ഹലോ. അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ കറി വെച്ചാലോ? അപ്പോൾ എല്ലാവരും ഓടി വാ കേട്ടോ. ഞാൻ സിമ്പിളായിട്ടാണ് വെക്കുന്നത്, വലിയ ഗംഭീരമായിട്ടോ ആർഭാടമായിട്ടൊന്നും അല്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് കിടുവാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പം ആദ്യം തന്നെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുമായിരുന്നു, സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പം വെള്ളുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ട് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി എനിക്ക് ഓരോന്നും പറക്കി എടുത്ത് അതതിൻ്റെ വശത്ത് വയ്ക്കണം. എന്നിട്ട് നമ്മുടെ കിച്ചൺ സ്ലാബ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമേ നമ്മുടെ അരിയിലും മുറിക്കലും എല്ലാം പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കനെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് അടുത്ത സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കാരണം ചിക്കൻ ഓൾറെഡി രാവിലെ തന്നെ കിട്ടിയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് സാധനങ്ങളെല്ലാം തീർന്നല്ലോ, വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം വെള്ളുള്ളി അതിൻ്റെ ഒരു ബാസ്ക്കറ്റിനകത്തിട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, അപ്പം പഴയ ഇരുന്നൊക്കെ എടുത്ത് കളയാണ്. അപ്പം ഒന്നിച്ചാണ് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെക്കുന്നത്. ഇത് കുറച്ച് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കാണും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ചൂട് സമയമായതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം ഒരു 1/2 kg 2 kg അങ്ങനെ ഒരു തക്കാളിയൊക്കെ ഞാൻ 1/2 kg മേടിക്കാനാണ് പറഞ്ഞത്. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് കൊണ്ട് ചീത്തയായി പോവുമല്ലോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതാണ്ട് ഞാൻ തക്കാളി പറക്കി വെക്കുന്നുണ്ട്, വെള്ളുള്ളി പറക്കി വെക്കുന്നുണ്ട്, പച്ചമുളക്, എല്ലാ സാധനങ്ങളും. പിന്നെ ഞാൻ കറി ലീവ്സൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ കഴുകിയാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. കാരണം നമുക്ക് ആ കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമാണ്, അതെല്ലാം എടുക്കാനും പിടിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് കഴുകി വെച്ചേക്കുവാണെങ്കിൽ ചെന്നൊന്ന് കട്ട് ചെയ്തോ പിച്ചിയോ അങ്ങോട്ട് എടുക്കാം നമുക്ക് പെട്ടെന്ന്. അപ്പോൾ എല്ലാം ഞാൻ അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം കുറച്ച് ഇത് നമ്മൾ വെക്കുന്നതിൻ്റെ കുറച്ച് വേസ്റ്റ് ഐറ്റംസ് മാത്രം ഒരു ബൗളിനകത്ത് അവിടെ ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഇട്ടു. അപ്പോൾ ഒരു 4 സവോളയും അതുപോലെ തന്നെ ഒരു 5-10 പച്ചമുളക്, ഒരു തക്കാളി, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ നീളത്തിൽ ഉള്ള 2 കഷ്ണം ഇഞ്ചി, ഒരു ഉണ്ട വെളുത്തുള്ളി, ഇത്രയും ഞാൻ ചോപ്പ് ചെയ്ത് ചോപ്പറിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോപ്പറൊക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാം ചെയ്യാൻ. എനിക്ക് ചോപ്പർ ഇല്ലാതെ ഒരു പരിപാടി എൻ്റെ കിച്ചണിൽ നടക്കത്തില്ല. കാരണം ഇപ്പോൾ അരിയാനും ഒക്കെ ഉള്ള ഒരു ബാലൻസ് അങ്ങ് പോയി. കാരണം ചോപ്പറിലല്ലേ ഇപ്പോൾ എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരാൾ എൻ്റെ കൂടെ ഉള്ളതുപോലാണ് എൻ്റെ കിച്ചണിനകത്ത് ഒരു ചോപ്പറുള്ളത്. അപ്പോൾ ഞാൻ പാൻ വെച്ചു. ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയൊന്നും അല്ല, നമുക്ക് പാക്കറ്റിൽ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവുന്ന ടൈമിൽ നമുക്ക് കടുക് താളിക്കണ്ടേ. ഞാൻ ഇന്ന് കടുക് പൊട്ടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമണം പോകണം, എന്നാൽ ഒരുപാട് മൂത്ത് ബ്രൗൺ ഒന്നും ആകണ്ട. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് ഞാൻ 2ആയിട്ട് കീറി. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അവിടെ കിടന്നൊന്ന് വഴണ്ടി വരട്ടെ. ആ ടൈമിൽ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയല്ല വെച്ചിട്ട് പോകാൻ പാടില്ല, ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു കരിഞ്ഞ ഒരു ഫീല് തോന്നിയാൽ നിങ്ങൾ പിന്നെ അത് എടുക്കരുത്. കാരണം നമുക്ക് വേറുള്ള കറിക്ക് ചേർക്കുന്ന കൂട്ടല്ലേ, ഇതെല്ലാം നമ്മൾ വഴറ്റാതൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ചൊവ്വ നമുക്കറിയാൻ പറ്റും ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് പച്ചക്കുത്തിൽ മാറി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഇത് വഴണ്ടി വരുന്നുണ്ട്. അപ്പം ഒരുപാട് വഴറ്റൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. നല്ലോണം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കുറേ നേരം വെച്ചിരുന്നതാണ്, കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിരുന്നതാണ്. ചെറിയ പീസായിട്ടാണ് ഞാൻ എപ്പോഴും കറിക്ക് ചേർക്കുന്നത് കേട്ടോ. എനിക്കൊരുപാട് വലിയ പീസ് ഇഷ്ടമല്ല. ഞാൻ ഇതിലും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ഇതിലും ചെറുതാക്കും. ഇന്ന് ടൈമില്ലാഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ചിക്കൻ ഇട്ടതിൻ്റെ പുറകിന് തന്നെ നമുക്ക് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടച്ച് വെക്കേണ്ട, ഒരു
5 മിനിറ്റ് ടൈമിൽ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങും. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി എൻ്റെ ഇപ്പുറത്ത് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ സെറ്റായിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മൂത്ത് പോകാതിരിക്കാനാണ് ലാസ്റ്റ് ഞാൻ 2 കറിവേപ്പില ഇട്ട്. കാരണം അതിൻ്റെ ഒരു ചൂട് അങ്ങില്ലാതായിക്കോളും കറിവേപ്പിലയും കൂടി ഇടുമ്പം. അപ്പോൾ അടച്ച് വെച്ച് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ചിക്കൻ കുക്കാവും. അപ്പം നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്തില്ലെങ്കിൽ ഈ നമ്മുടെ മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഇളക്കി തിളച്ചിങ്ങിറക്കാവുന്നതാണ്. ഒരുപാടിട്ട് പിന്നെ വേവിക്കുകയേ വേണ്ട. അപ്പോൾ ഞാൻ അതിന് പുറത്ത് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം തത്തിപ്പൊത്തി വെച്ചിട്ട് നമുക്കത് ആവി കയറ്റി നമ്മൾ എടുക്കുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് സവാളയും വെളുത്തുള്ളി ഇഞ്ചി ഈ തക്കാളി എല്ലാം വഴണ്ട് നമുക്കതിനകത്ത് കാണാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇതിന് പുറത്തായിട്ടാണ്, ഈ ലെയറിന് പുറത്തായിട്ട് ഇതായി വരുന്ന ടൈമിലാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ ഗരം മസാല പൗഡറും, ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യാറില്ല, ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അടച്ചെല്ലാം വെച്ചിട്ട് നമ്മളെല്ലാം കറി പരുവമായി എടുക്കാനുള്ള ആ ടൈമിൽ ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് നല്ല കണ്ടോ ഞാനെല്ലാം ചേർത്ത് കഴിഞ്ഞ ആ ഒരു പാകമാണിത്. ഇതിനകത്ത് ഞാൻ ആ വറുത്ത് വെച്ചിരുന്ന പൊടിയും ഗരം മസാല പൗഡറും ഉപ്പ് ആവശ്യത്തിനും പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. കണ്ടോ കറിയുടെ ഒരു തിക്നെസ് കണ്ടോ, സവാളയൊക്കെ നന്നായിട്ട് അലിഞ്ഞു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം ഓർഗനൈസ് ചെയ്ത് വെച്ചത് നിങ്ങളെ വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുക്കളയെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഓക്കെ ആക്കി. അപ്പോൾ ടാറ്റാ.